ശാരിക്ക് എന്നോടെന്തോ നല്ല ദേഷ്യമുണ്ട് കേട്ടോ. അവൾക്ക് ദേഷ്യവും വാശിയൊക്കെ കാണിച്ചാൽ മതിയല്ലോ. വീട്ടുകാരുടെ വിഷമം അറിയണ്ട, നാട്ടുകാരെയും നോക്കണ്ട. സ്വന്തം തീരുമാനങ്ങൾ നടപ്പാക്കുന്നു എന്നൊക്കെ പറഞ്ഞ് വനിതാ വിമോചകയാവുകയും ചെയ്യാം. മുരളിയേട്ടനോട് അവൾ എന്താ പറഞ്ഞ? അല്ല, ഞാൻ ശാരികയുടെ പ്രേമകാര്യം നന്ദനോട് പറഞ്ഞത് അവൾക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല. ഇഷ്ടപ്പെടണ്ട. അവൾ എന്തൊക്കെയാ കാണിച്ചു കൂട്ടുന്നേ? കൊച്ചുകുട്ടിയായിട്ട് നമ്മൾ കരുതിയിരുന്നവള് വലിയ ആളാവാൻ വേണ്ടി സാരി ഉടുത്ത് ഇറങ്ങിയിരിക്കുക. അതെ അതെ, അവളുടെ മാറ്റം കണ്ട് ഞാനും അതിശയിച്ചു പോയി. അവളോട് സംസാരിക്കുമ്പോ ഞാൻ അവളുടെ ചേച്ചിയല്ല, അവൾ എന്റെ രക്ഷകർത്താവാണെന്നേ തോന്നും. ദേവികെ, എനിക്ക് നീയും അവളും ഒക്കെ എന്റെ സ്വന്തം അനിയത്തിമാര്. ദേവിക, ശാരിക എങ്ങോട്ടാ പോകുന്നത്, എന്തൊക്കെയാ ചെയ്യുന്നതെന്നൊന്ന് ശ്രദ്ധിക്കണം. അവൾക്ക് സ്വന്തം കാര്യങ്ങളൊക്കെ നോക്കാൻ അറിയാമെന്ന് പറയാമെങ്കിലും സത്യസന്ധമായിട്ട് പ്രേമിക്കുന്ന ആളാണോ പ്രേമം നടിച്ചു വന്ന ആളാണോ അപ്പുറത്ത് നിൽക്കുന്നതെന്ന് പറയാൻ പറ്റില്ല. ഇനിയും എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞിട്ട് വിഷമിച്ചിട്ട് കാര്യമില്ല. ഒരാൾ നമ്മളെ ധിക്കരിച്ചിറങ്ങാൻ തുടങ്ങിയാ പിന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മുരളേട്ടാ, മക്കളെ നിയന്ത്രിക്കണം, തല്ലണം, അടച്ചിട്ട് വളർത്തണം, അവരുടെ മേളിലൊരു കണ്ണ് വേണം എന്നൊക്കെ പറയാൻ എളുപ്പമാ. അച്ഛനമ്മമാരെ മക്കള് ധിക്കരിച്ചിറങ്ങാൻ തുടങ്ങിയാ വീട്ടുകാർക്ക് നോക്കി നിൽക്കാനേ പറ്റൂ പലപ്പോഴും. ശാരികയുടെ കാര്യത്തിൽ ഇനി എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നത് അവക്ക് മാത്രം. നമുക്ക് ശ്രമിക്കാം, പക്ഷെ ഫലം ഉണ്ടാവും തോന്നുന്നില്ല.